വലിയൊരു പടുകൂറ്റൻ വേദിയൊക്കെയാണ് വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നത് അല്ലേ? അതെ, 11 മണിക്കാണ് കമ്മീഷനിങ് ചടങ്ങുകൾ. അപ്പോൾ നമുക്ക് സലീം മാലിക്കും ഉണ്ട്, ഉമേഷ് ബാലകൃഷ്ണനുമുണ്ട്. അവർ രണ്ടുപേരോടും ചോദിച്ചറിയാം. സലീം മാലിക്കിലേക്കാണ് ആദ്യം. സലീം, വെരി 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 ഗുഡ് മോർണിംഗ്. പതിറ്റാണ്ടുകളായുള്ള നമ്മുടെ ആ ഒരു കാത്തിരിപ്പ് വികസന സ്വപ്നത്തിലേക്കുള്ള കുതിപ്പ് അതിന് സ്വാധീനം ചെലുത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. വലിയ സന്തോഷത്തോടുകൂടി, വലിയ അഭിമാനത്തോടു കൂടിയാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുക, ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ നിൽക്കാൻ കഴിയുന്നത്. കാരണം അത് കേവലം പതിറ്റാണ്ടുകളുടെ സ്വപ്നമല്ല, അതിനുമപ്പുറത്തേക്ക് രാജവംശകാലത്തെ കേരളം കണ്ട ഒരു സ്വപ്നം, വിഴിഞ്ഞത്തൊരു തുറമുഖം എന്നുള്ളൊരു സ്വപ്നം. ആ സ്വപ്നം ഇതാ യാഥാർത്ഥ്യമാവുകയാണ്, നമ്മുടെ കൺമുൻപിൽ യാഥാർത്ഥ്യമാവുകയാണ്. ആ തുറമുഖം ഇന്ന് രാജ്യത്തിന് സ്വന്തമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 11 മണിക്ക് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ അതിന്റെ കമ്മീഷനിങ് ചടങ്ങ് നടക്കുന്നതോടുകൂടി രാജ്യത്തിന് തന്നെ സ്വന്തമാവുകയാണ്. ഇതിനോടകം തന്നെ ഇതിന്റെ വാണിജ്യാടിസ്ഥാനത്തിൽ, ട്രയൽ റണ്ണിന് ശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇതിനോടകം തന്നെ നേടിയ തുറമുഖം എന്ന പ്രത്യേകത കൂടി ഈ തുറമുഖത്തിനുണ്ട്. അതിന്റെ ആ പ്രത്യേകത കൂടി, അതിന്റെ ഈ സ്വാഭാവിക ആഴം ഉൾപ്പെടെയുള്ള ഇതിന്റെ വിഴിഞ്ഞത്തിന്റെ സ്വാഭാവികമായ പ്രത്യേകതകൾ, അതിന് അപ്പുറത്തേക്ക് ഇവിടേക്ക് ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ഈ കമ്പനിയും ഒക്കെ, അദാനി ലിമിറ്റഡും ഒക്കെ ചേർന്നൊരുക്കിയ ഒരു വിസ്മയം, ഒരു വലിയ വിസ്മയം ഇവിടെ തയ്യാറാക്കിയിട്ടുമുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് കുതിച്ചു കയറാൻ കഴിയുന്ന നിലയിലുള്ള വിഴിഞ്ഞം തുറമുഖം അതിന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇതിന്റെ ചടങ്ങുകൾ ഇന്ന് രാവിലെ 11 മണിക്കാണ് ആരംഭിക്കുന്നത്. 11 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ 1.5 മണിക്കൂറിൽ പൂർത്തിയാകണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം. 12:30 തന്നെ ചടങ്ങുകൾ പൂർത്തിയാകും. അതിനു മുൻപ് തന്നെ രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി 9:45 പുറത്തിറങ്ങും. ഹെലികോപ്റ്റർ മാർഗമാണ് ഇവിടേക്ക് എത്തുന്നത്. എത്തിയതിനു ശേഷം ഈ ഉദ്ഘാടന ചടങ്ങിന് മുൻപ് തന്നെ ഒരു 20 മിനിറ്റ് സമയം ഇതിന്റെ ഓപ്പറേഷൻ സെന്ററുകൾ സന്ദർശിക്കും. അതിനുശേഷം ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് വിലയിരുത്തും. പിന്നാലെ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്തെ മന്ത്രിമാരും ഒപ്പം തന്നെ മറ്റ് തിരുവനന്തപുരത്തെ എംപിമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. എം വിൻസെന്റ് MLA പങ്കെടുക്കും. ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഗൗതം അദാനിയും ഒപ്പം തന്നെ കരൺ അദാനിയും പങ്കെടുക്കും. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതിന് അതിൻ്റെതായ രാഷ്ട്രീയം കൂടിയുണ്ട്. നിലവിൽ അങ്ങനെ ഈ രാഷ്ട്രീയമാനം കൂടിയുള്ളൊരു തുറമുഖമാണ്. ഇതിന്റെ പുറത്ത് വലിയ പോലീസ് വിന്യാസം, ഇതിനോടകം തന്നെ നമ്മൾ ഈ വിഴിഞ്ഞത്തേക്ക് കടക്കുന്ന ഭാഗം മുതൽ തന്നെ വലിയ പോലീസ് വിന്യാസമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിലും വിഴിഞ്ഞത്തുമായി 4000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഉള്ള വലിയ ഈ ബോംബ് ഭീഷണി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വ്യാജ സന്ദേശമാണെങ്കിൽ കൂടി സാധാരണയിൽ കവിഞ്ഞ പോലീസ് വിന്യാസം ഇവിടേക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ നിലയിലാണ് ഇവിടുത്തെ നിലവിലുള്ള പോലീസിന്റെ ക്രമീകരണം. അത് ഈ വിഴിഞ്ഞത്ത് നമ്മൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്ന പോലീസിന്റെ വിന്യാസം വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ അത് വലിയ നിലയിൽ കൂടുതൽ പോലീസുകാരെ ഇവിടെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ തുറമുഖത്തിന്റെ കവാടത്തിന് മുൻപിലാണ്. ആ കവാടത്തിന് മുൻപിലും വലിയ പോലീസ് വിന്യാസവും വലിയ സുരക്ഷയുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ പൊതുജനങ്ങളെ ഇവിടേക്ക് പ്രവേശിപ്പിച്ചു. തീർച്ചയായിട്ടും സലീം, അത് സ്വാഭാവികമാണ്. കാരണം പ്രധാനമന്ത്രി ഉണ്ട്. മാത്രവുമല്ല വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ തുറമുഖമാണ് അല്ലേ, ഒരു പോർട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ എല്ലാ സമയത്തും ഉണ്ടാവുന്നതാണ്. ഇന്നിപ്പോൾ അതിന്റെ കമ്മീഷനിങ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആൾക്കാർ കടന്നു വരുന്ന സമയം കൂടിയാണ്. അതുകൊണ്ടാണ് അത്രയും വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് രാജ്ഭവനിലേക്ക് ഒന്ന് പോകണം. അവിടെ രാജ്ഭവന് മുന്നിൽ ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് ഇന്നലെ രാത്രി തങ്ങിയത്. അപ്പോൾ എത്ര മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെടുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് പ്രജിൻ, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ഇനി മണിക്കൂറുകൾ മാത്രം വിഴിഞ്ഞത്തെ രാജ്യത്തിന് സമർപ്പിക്കാനുള്ള സമയം ശേഷിക്കുന്നുള്ളൂ. രാജ്ഭവനിൽ ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി എത്തിയത്. ഇന്ന് കൃത്യം ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം 9:45 പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് നേരെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ബേസിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് എത്തും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ പാങ്ങോടേക്കുള്ള റോഡ് പൂർണ്ണമായി ബാരിക്കേഡുകൾ കൊണ്ട് നിരത്തുന്നു കഴിഞ്ഞു. ഇനി ഒരുപക്ഷെ കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ പാർട്ടി പ്രവർത്തകരെയും മറ്റ് പ്രധാനമന്ത്രിയെ കാണാനെത്തുന്നവരെയും എല്ലാം ബാരിക്കേഡിന് സമീപത്തേക്ക് നിർത്തി അവരെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് പോവുക. അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഹെലിപാഡിലേക്ക് പ്രധാനമന്ത്രി പോകുന്നത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വിവിധ ഘട്ടങ്ങളിൽ ചെക്ക് ചെയ്ത് അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇന്നലെയും ട്രയൽ റൺ ഉണ്ടായിരുന്നു. ട്രയൽ റൺ എല്ലാം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷയാണ്
സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്ഭവനിൽ മുന്നിൽ, അതായത് രാജ്ഭവന് മുന്നിലൂടെയുള്ള വാഹനങ്ങൾ, സംശയം തോന്നുന്ന വാഹനങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഒന്നിലധികം വ്യാജ ബോംബ് ഭീഷണികൾ ഉണ്ടായിരുന്നു. വ്യാജ ബോംബ് ഭീഷണിയാണെങ്കിൽ പോലും നേരത്തെ സലീം പറഞ്ഞതുപോലെ അതും ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ തലസ്ഥാന നഗരത്തിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നു. അത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഗവർണർ രാജേന്ദ്ര അൽറേക്കറും പ്രധാനമന്ത്രിക്കൊപ്പം തിരിക്കുന്നുണ്ട്. ഇവർ ഒന്നിച്ചായിരിക്കും മിലിറ്ററി ബേസിലെ ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് തിരിക്കുക. എന്തായാലും 9:45 ഇവിടുന്ന് തിരിക്കും. കൃത്യം 10:30 വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞാൽ 10:00 ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്, ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ, അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന പൂർണ്ണമായി ഓട്ടോമാറ്റിക് സംവിധാനമുള്ള ട്രെയിൻ സംവിധാനങ്ങളും അതിന്റെ മറ്റ് ക്രമീകരണങ്ങളും അദ്ദേഹം പരിശോധിക്കും. എന്തായാലും ഈ സുരക്ഷാ വലയത്തിൽ തന്നെയായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ തിരുവനന്തപുരം നഗരം. രമേശ്, അപ്പോൾ എന്തായാലും 11 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുക. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാണ് വിഴിഞ്ഞത്തേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ സുരക്ഷയാണ് തലസ്ഥാനത്ത് ഒട്ടാകെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വികസനത്തിന്റെ ഉദയം. അപ്പൊ അവിടെ സൂര്യോദയം നമ്മൾ കാണിച്ചിരുന്നു. അപ്പൊ പ്രേക്ഷകര് ആ സൂര്യോദയം കണ്ടുകൊണ്ട് നമ്മുടെ വികസനത്തിന്റെ ആ ഒരു ഉദയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് അത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.